ഈ കഥ നടക്കുന്നത് ഞാൻ ഗ്യാരേജിൽ ഇല്ലാതിരുന്ന ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഗ്യാരേജിൽ നടക്കുന്നത്. അതിന് ഇവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം എനിക്ക് തന്നെ നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു കാര്യം മനസ്സിലായി. നമ്മളെ വീഡിയോക്കകത്ത് ഇവനെ ഒട്ടും തന്നെ അങ്ങനെ കാണിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഗ്യാങ്കോട്ടനെ സാമ്പിളായിട്ട് ആദ്യം കളിക്കാൻ കൊടുത്തത് ഇവനായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ദേഷ്യം പുള്ളിക്കാരനുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഒരു കാര്യം നമ്മളിപ്പോൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ പുതിയ വണ്ടി ഇറക്കുമ്പോഴത്തേക്കിനും നമ്മൾ ഇവരെ രണ്ടുപേരെയും കമ്പൈൻ ചെയ്തായിരിക്കും നമ്മൾ വണ്ടി ഇറക്കുന്നത്. അപ്പോൾ ഞാൻ ഇവന്മാരെ രണ്ടുപേരുടെയും പാർട്സ് ഒന്ന് ചെക്ക് ചെയ്തപ്പോഴത്തേക്കിനും ഇവൻ്റെ കുറച്ച് പാർട്സ് ഒന്നും നമുക്ക് ഇവനെ ഫിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് നമ്മുടെ പുതിയ വണ്ടിയുടെ വീല്. ഇത് കുറച്ച് ഹാർഡാണ്. നമ്മൾ അത്യാവശ്യം നന്നായിട്ട് പ്രസ് ചെയ്താൽ പ്ലാസ്റ്റിക് പോലെ തന്നെയാണ് കേട്ടോ ഇവൻ്റെ ടയർ ഇരിക്കുന്നത്. അതേ സമയത്ത് ഇവൻ്റെ ടയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ഇത് ഷേപ്പ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ രണ്ടിൻ്റെയും വ്യത്യാസം അറിയാൻ പറ്റും. കണ്ടോ, ഇത് കുറേ കൂടെ സ്മൂത്താണ്. ഇവൻ നല്ല ഹാർഡാണ് കേട്ടോ. ഏകദേശം ഒരേ ഡിസൈനൊക്കെയാണ്. 4 വർഷം മുമ്പത്തെ വണ്ടിയാണെങ്കിലും ഇവനാണ് കേട്ടോ ഹൈ ക്വാളിറ്റി ടയർ ഉള്ളത്. അപ്പോൾ നമ്മൾ പുതിയ വണ്ടി ഇറക്കുമ്പോഴത്തേക്കിന് ഇവൻ്റെ ടയർ ആയിരിക്കും നമ്മൾ പുതിയ വണ്ടിയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അഴിച്ചെടുത്ത പാർട്സ് എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. ഇതെങ്ങനെ അഴിച്ചെടുത്തെന്നുള്ള കംപ്ലീറ്റ് വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നമ്മുടെ 2 പയ്യന്മാരും ഇവിടെ ഇരിപ്പുണ്ട്. രണ്ടുപേരും എനിക്ക് തോന്നുന്നു ചെറിയൊരു ടെൻഷനിലാണ്. അതിൽ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വണ്ടി അഴിച്ചെടുത്ത പോലെ തന്നെ തിരിച്ച് പിടിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള ടെൻഷൻ അവരുടെ രണ്ടുപേരുടെയും മുഖത്തുണ്ട്. നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാവുന്നതുകൊണ്ട്. പക്ഷേ നമ്മൾ എങ്ങനെയാണ് ഈ വണ്ടി അഴിച്ചെടുത്ത് അതിലും സൂപ്പറായിട്ടായിരിക്കും നമ്മൾ ഈ വണ്ടി ഇറക്കാൻ പോകുന്നത്. ഇതാണ് കേട്ടോ നമ്മൾ റെഫറൻസ് എടുത്തേക്കുന്ന ഇമേജ്. അപ്പോൾ ഈ കാണുന്നതിനേക്കാളും മാക്സിമം നല്ല അടിപൊളിയായിട്ട് ചെയ്യാനാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ബോഡിയുടെ മെയിൻ പാർട്ടാണ്. അഴിച്ചെടുത്ത പോലെ അത്ര ഈസി അല്ല കേട്ടോ തിരിച്ചു പിടിപ്പിക്കാൻ. എന്നാലും വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല, ഫിറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ പാർട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതിന് ഈ ഒരു മൂവ്മെൻറ്റേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലെ ഗിയർ സിസ്റ്റം അങ്ങ് സെറ്റ് ചെയ്യുവാണേ. അപ്പോൾ അതേ ഫ്രണ്ട് പോർഷൻ ഇത്ര ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് പെട്ടെന്ന് അങ്ങ് റെഡിയാക്കാമേ. ഓക്കെ, അപ്പോൾ സസ്പെൻഷനും സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കാരണം ഇതിനകത്ത് ഗിയേഴ്സ് ഒക്കെ കറക്റ്റാണോ വർക്ക് ചെയ്യുന്നത്, സ്റ്റിയറിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമേ. ഓക്കെ, ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഓൺ ആക്കുന്നു. ഓക്കെ, ലൈറ്റ് കത്തിയിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല, വർക്ക് ചെയ്യുന്നുണ്ട്. സ്റ്റിയറിംഗ് സിസ്റ്റത്തിൻ്റെ ആക്സിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് അത് സ്റ്റിയറിംഗ് ഇപ്പോൾ തിരിയുന്നില്ല. പക്ഷേ ഇത് വർക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ
അപ്പോൾ ദേ നമ്മുടെ വണ്ടിയുടെ മെയിൻ പാർട്സ് എല്ലാം നമ്മൾ തിരിച്ച് ജോയിൻ ചെയ്തിട്ടുണ്ട്. സാധനം വർക്കിംഗ് ആണ്. ഇനിയിപ്പോൾ നമ്മുടെ ഈ ബോഡിയെന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ കംപ്ലീറ്റ് ഈ കവറിങ്ങിൻ്റെ ആവശ്യമില്ല. കാരണം ഇത് നമ്മൾ റീപ്ലേസ് ചെയ്യുവാണ് നമ്മുടെ പുതിയ വണ്ടിയാക്കിയിട്ട്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തെ ഒരു പോർഷൻ മാത്രം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമേ. ഇതേ കണ്ടോ, ഈ ഒരു പോർഷൻ നമുക്ക് വെക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരു പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. അപ്പോൾ ഇത് മാത്രം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതേ ബാക്കി ബോഡി ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതും കൂടെ ജസ്റ്റ് അങ്ങ് ഫിറ്റ് ചെയ്യുവാണേ. ഇത് ഡിസ്മാൻഡിൽ ചെയ്തതും ഇത് തിരിച്ചു പിടിപ്പിച്ചതും സത്യം പറഞ്ഞാൽ ഈസി ടാസ്ക് ആയിരുന്നു കേട്ടോ, ഒരു പ്രശ്നമില്ലായിരുന്നു. ഇനിയാണ് നമ്മുടെ ടാസ്ക് വരുന്നത്. ഞാൻ കാണിച്ചു തരാം. ഈ സ്റ്റേജിൽ നിന്ന് നമ്മൾ വണ്ടീനെ ബിൽഡ് ചെയ്യാൻ പോകുന്നത് ഇതിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് കാര്യങ്ങളൊന്നുമല്ല ചെയ്യുന്നത്. ജസ്റ്റ് നമ്മൾ ഈ ഇമേജ് നോക്കിയിട്ട് നമ്മളങ്ങ് ബിൽഡ് ചെയ്യാൻ പോവാണേ. ഓക്കെ, ഇത്രയും സെറ്റായിട്ടുണ്ട്. ഇത് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴെല്ലാം ഇവിടെ അടുത്ത ഒരാളിരുന്ന് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ഇതെല്ലാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം ഇവനൊരു പുതിയ എക്സ്പീരിയൻസ് ആണ് കേട്ടോ, നമ്മളിത് ഫുൾ അഴിച്ച് ഇവന്മാരെ ഡിസ്മാൻഡിൽ ചെയ്തിട്ട് തിരിച്ച് പിടിപ്പിക്കുന്നതൊക്കെ. അതുപോലെ എനിക്കൊന്ന് പുള്ളി വെയിറ്റ് ചെയ്യുന്നത് മോഡിഫിക്കേഷന് വേണ്ടിയാണ്. എന്താണല്ലോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടെ നോക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ റെഫറൻസ് പിക്ചർ ഇവിടെ അങ്ങ് ഒട്ടിച്ച് നോക്കുവാണേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് റഫായിട്ട് നമുക്ക് വേണ്ട ബോഡിയുടെ ഒരു പോർഷൻ നമ്മൾ ഈ കാർഡ് ബോർഡിൽ ഫസ്റ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അതിനുശേഷം നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിനെ ഫോം ബോർഡിലേക്ക് മാറ്റും. മെഷർമെൻറ്റ്സിലൊക്കെ കിട്ടിക്കഴിയുമ്പോൾ റഫായിട്ട് നമ്മൾ ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട്. ഇത് ചിലപ്പം ഇനിയും ചെയ്യേണ്ടി വരും. എന്തായാലും നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുത്ത് നോക്കുവാണ് കേട്ടോ. ശരിക്കും വണ്ടികളുടെ പ്രൊഫഷണലായിട്ട് മിനിയേച്ചേഴ്സ് ചെയ്യുന്നത് നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എനിക്കറിയാം കേട്ടോ, ഇതിങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. പക്ഷേ നമുക്കിതിൽ അത്ര എക്സ്പീരിയൻസ് ഇല്ല. നമ്മൾ റഫായിട്ട് അങ്ങ് ചെയ്യുവാണ് കേട്ടോ. അതെനിക്കൊന്ന് ഓരോ പാർട്സ് ഉണ്ടാക്കേണ്ട ഒരു സ്റ്റൈലൊക്കെ ഉണ്ട്. ഓരോ സൈഡിലത്തെയൊക്കെ ആദ്യം ചെയ്തിട്ട് ഒക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ഒരു റഫായിട്ടുള്ള സാധനം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് റഫാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു പീസ് ഉണ്ടാക്കി നമുക്ക് മൊത്തത്തിൽ ഒന്ന് ബോഡി ബിൽഡ് ചെയ്ത് ജസ്റ്റ് ബേസിക് ബോഡി ഒന്ന് ബിൽഡ് ചെയ്ത് വെച്ച് നോക്കിയാലേ നമുക്ക് ബാക്കി അറിയാൻ പറ്റുള്ളൂ. രണ്ട് പാട്ടും അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇതുപോലുള്ള അടിപൊളി കണ്ടൻസ് ആയിരിക്കും നമ്മുടെ ചാനൽ വരുന്നത്. ബാക്ക് ഇപ്പോൾ നമ്മൾ റഫായിട്ട് കട്ട് ചെയ്തത് ബാക്കിൽ ഇങ്ങനെയല്ല കേട്ടോ വരുന്നത്. ഫ്രണ്ടാണ് നമുക്ക് സത്യം പറഞ്ഞാൽ മെയിനായിട്ട് ചെയ്യേണ്ട സാധനം. ദേ അപ്പോൾ ഇത്രയും ഒരു ലുക്ക് ഓരോ സംഭവം ചെയ്യുമ്പോഴാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാകുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ സംഭവം ചെയ്ത് അത്ര പരിചയമില്ലാത്തതുകൊണ്ടാണ്. എന്താണ് നമ്മൾ ചെയ്ത് വരുമ്പോൾ നമ്മൾ അതനുസരിച്ച് ഇമ്പ്രൂവൈസ് ചെയ്യും. ഓക്കെ, ഇനിയിപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ചത് കാർഡ് ബോർഡിൽ തന്നെ നമുക്ക് ഷേപ്പ് എല്ലാം ഒന്ന് ഉണ്ടാക്കി എടുക്കാമെന്നായിരുന്നു. പക്ഷേ അതിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു കേട്ടോ. കാരണം നമ്മൾ അതേ എഫർട്ട് തന്നെ പിന്നെ എടുക്കണം. അതുകൊണ്ട് എന്താണ് നമ്മൾ ഫോറക് ഷീറ്റ് തന്നെ യൂസ് ചെയ്യാൻ പോവാണ്. 3mm ഫോറക് ഷീറ്റിലാണ് കേട്ടോ നമ്മൾ ഇനി ബാക്കി സെറ്റ് ചെയ്യാൻ പോകുന്നത്. PVC ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഈ മുകളിൽ വരുന്നത് വേറെ കവറിങ് ആണ് കേട്ടോ. ഇത് നമുക്കിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല, ഇങ്ങനെ കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ പീസ് മാത്രം 2 കട്ട് ചെയ്തെടുക്കണേ. ശരിക്കും പറഞ്ഞാൽ ആദ്യം ഞാൻ പ്ലാൻ ചെയ്തത് നമുക്കിതിനെ ബോഡി ഫുള്ള് PVCയിൽ ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു. കാരണം PVC നല്ല സ്ട്രോങ് ആണ് കേട്ടോ. എന്ത് ചെയ്താലും വണ്ടിക്കൊന്നും പറ്റില്ല. പക്ഷേ PVC ചെയ്താലുള്ളൊരു പ്രശ്നം, വണ്ടിക്ക് ബോഡിക്ക് അത്യാവശ്യം നല്ല വെയിറ്റ് വരും. നമ്മുടെ ഇതിൻ്റെ ഒരു മെറ്റീരിയലും സാധനങ്ങളെല്ലാം പ്ലാസ്റ്റിക്കാണ് കേട്ടോ. അപ്പം അത്രയും വെയിറ്റ് ചിലപ്പോൾ ഇതിന് താങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ അടുത്ത വണ്ടി മേടിക്കുമ്പോഴത്തേക്കിനും നമുക്ക് മാക്സിമം വെയിറ്റ് കയറാൻ പറ്റുന്ന ഇച്ചിരി കൂടിയൊരു ഹോബി ഗ്രേഡ് വണ്ടിയായിരിക്കും നമ്മൾ മേടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഫോറക് ഷീറ്റ് തന്നെ മതി. അങ്ങനത്തെ 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ടെമ്പററി ആയിട്ട് ഇവിടെ ഒന്ന് ജോയിൻ ചെയ്ത് വെക്കണം.
ഇതേപ്പോൾ നമ്മുടെ വണ്ടിയുടെ പണി ഇത്ര ആയിട്ടുണ്ട്, ഇത്ര നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിനകത്ത് വിൻഷീൽഡ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ റെഫറൻസിന് വേണ്ടി ഒട്ടിച്ചേക്കുന്നതാണ്. നമ്മൾ ബാക്കിയെല്ലാം സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും വിൻഷീൽഡ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മുടെ റെഫറൻസ് പിക്ചറിലുള്ള പോലെ തന്നെ ഇവിടെ സെറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒരു ബേസിക് സ്ട്രക്ചറിന് വേണ്ടി ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ഇതൊന്ന് വെച്ച് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടിയുടെ സ്ട്രക്ചർ വരുന്നത്. ബാക്കിലോട്ടുള്ളത് നമ്മൾ ബിൽഡ് ചെയ്തിട്ടില്ല. ഇപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മുടെ വണ്ടിക്ക് ഒട്ടും വീതിയില്ല കേട്ടോ. ഇതൊക്കെ ജസ്റ്റ് സ്ക്വയർ ആയിട്ട് തന്നെ ഇരിക്കുവാണ്. ഇവിടെ എല്ലാം നമുക്ക് ബിൽഡ് ചെയ്തെടുക്കേണ്ടതാണ് കേട്ടോ. നമ്മൾ വണ്ടിയുടെ ഷേപ്പിൽ തന്നെ ഇവിടെ എല്ലാം ബിൽഡ് ചെയ്യും. അപ്പോൾ അടുത്തത് വേണ്ട മെയിനായിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ മഡ് ഗാർഡ്സ് ആണ്. മഡ് ഗാർഡ് വരുമ്പോൾ വണ്ടിയുടെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറും. ഞാൻ പേപ്പറിൽ ജസ്റ്റ് ഒരു സാധനം സാമ്പിളൊന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അത് വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമേ. ഇത് ഇങ്ങനെയാണ് കേട്ടോ ഇത് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഫോറക് ഷീറ്റിൽ തന്നെ ചെയ്തെടുക്കാനുള്ളതാണ്. കുറച്ച് സൈഡിലേക്ക് ചെരിഞ്ഞിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. ഇതെങ്ങനെ നമ്മുടെ മഡ് ഗാർഡിന് വേണ്ടി അതുപോലെ സെയിം 2 പീസ് നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിലെ സാധനം നമ്മൾ ലാസ്റ്റ് ഫിറ്റ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ രണ്ടെണ്ണം നമ്മൾ ഫിക്സ് ചെയ്യാം. ഇതിൻ്റെ സൈഡൊക്കെ നമ്മൾ അവസാനമായിരിക്കും കേട്ടോ ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ 2 സൈഡിലെ മഡ് ഗാർഡ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചതിനേക്കാളും സെയിം ആയിട്ട് വന്നിട്ടുണ്ട്. കാരണം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിനും 2 സൈഡിലും ഡിഫറൻസ് വരാൻ നല്ല ചാൻസ് ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ എക്സ്ട്രാ ഉള്ള എഡ്ജസും കാര്യങ്ങളെല്ലാം നമ്മൾ ലാസ്റ്റാണ് സാൻഡ് ചെയ്ത് കളയുന്നത് നമ്മൾ ഫൈനൽ സ്റ്റേജിൽ. അപ്പോൾ അടുത്ത നമുക്ക് വേണ്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ വിൻഷീൽഡ് ആണ് കേട്ടോ. അപ്പോൾ വിൻഷീൽഡിന് വേണ്ടി ഞാൻ ചെറിയൊരു പൈപ്പ്, ഒരു പ്ലാസ്റ്റിക് പൈപ്പിൻ്റെ ബേസിൽ ഇത് ഞാൻ ശരിക്കും ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ ഈ സാധനം പെർഫെക്റ്റ് ആയിട്ട് വന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഒന്നും കൂടെ ചെയ്യുന്നില്ല. അപ്പോൾ ഇതിന് ഇനിയിപ്പോൾ നടുക്കത്തെ ഒരു പോർഷനും ഈ ഒരു ബോർഡറും കൂടെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫിക്സ് ചെയ്യണം. ഇത് ഫിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ പാർട്ട് അങ്ങ് കട്ട് ചെയ്ത് കളയും കേട്ടോ. ഈ ഡമ്മി വിൻഷീൽഡിൻ്റെ അത് കട്ട് ചെയ്ത് കളയും. പിന്നെ നമുക്ക് ഗ്ലാസും കൂടെ പിടിപ്പിക്കണം. അപ്പോൾ നമ്മുടെ വിൻഷീൽഡ് സെറ്റ് ആയിട്ടുണ്ട്. ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും നമ്മുടെ വണ്ടിയുടെ ലുക്ക് കംപ്ലീറ്റ്ലി മാറി വരുവാണ് കേട്ടോ. നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടെങ്കിലും ചെയ്ത് വരുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് അറിയാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങൾക്ക് ഇതുപോലുള്ള എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനിയിപ്പോൾ ശരിക്കും നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഈ സൈഡ് ഭയങ്കര എംപ്റ്റി ആയിട്ടാണ് തോന്നുന്നത്. ഇവിടെ നമുക്ക് ചെറിയൊരു പ്രൊജക്ഷൻ വേണം. അതുകൊണ്ട് നമ്മൾ 2 പാർട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് ഫോറക് ഷീറ്റിൻ്റെ തന്നെ 5mm പീസിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ പീസ് ഇത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇതേപോലെ തന്നെ അപ്പുറത്തൊരു പീസ് വരും. അതിൽ നിന്നാണ് നമ്മൾ ബാക്കി ബോഡി ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതും കൂടെ ഒട്ടിച്ചേക്കാം. അപ്പോൾ ഈ 2 പാർട്ടും സെറ്റ് ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇനിയാണ് കേട്ടോ ഞാൻ എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു സാധനം. നമുക്ക് ഈ വണ്ടി നോക്കുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ സൈഡിൽ കൂടെ എല്ലാം ഇങ്ങനെ ഒരു കമ്പിയുടെ ഒരു സ്ട്രക്ചറുണ്ട്. അതാണ് ശരിക്കും ഈ വണ്ടിയുടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹൈലൈറ്റ് കേട്ടോ. അതുപോലെ ഈ ഡോർ താഴേക്ക് തുറക്കുന്ന ഒരു ഡോറാണ്. അപ്പോൾ ഈ സാധനം ചെയ്യാൻ വേണ്ടി ഇതേ കുറച്ച് പഴയ വയറാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. കുറച്ച് ഗേജ് കൂടിയ നമ്മുടെ വീടിൻ്റെയൊക്കെ വയറിങ്ങിന് യൂസ് ചെയ്യുന്ന വയറാണ്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ബെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അതുമല്ല ചെറിയ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് അത്യാവശ്യം സ്ട്രോങ് ആണ് കേട്ടോ. പിന്നെ ഇതെല്ലാം നമ്മൾ സൈഡിൽ കൂടെ ഒട്ടിക്കും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടം തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നിന്ന് ഒരു ബെൻഡ് വരും. പിന്നെ ഈ ഒരു രീതിയിൽ ഇവിടം വരെ വരും. പിന്നെ ഇവിടുന്ന് താഴേക്ക് ഒരു സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ ഇത് എല്ലാം കൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മനസ്സിലാകത്തില്ല. അപ്പോൾ നമുക്കിതങ്ങ് ചെയ്യാമേ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഒരു സ്റ്റൈൽ അനുസരിച്ചിട്ട് ഈ ജോയിൻറ്റ് ഇങ്ങനെയല്ല വരുന്നത്. അതിനുവേണ്ടി നമ്മളെ ഫിഷിംഗ് റീലിൽ നിന്ന് കുറച്ച് ബ്രൈഡ് എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ ഇതിങ്ങനെ കെട്ടി വെച്ചേക്കുന്ന പോലെ അങ്ങ് സെറ്റ് ചെയ്യാൻ പോവാണേ. അപ്പോൾ ഇത് ഇത്രയും സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്കി നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ശരിക്കും പറഞ്ഞാൽ ബാക്കും കൂടെ ശരിയാക്കണം കേട്ടോ. നമ്മൾ ബാക്കിലൊക്കെ ഉള്ള പോർഷൻ നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ അതും ചെയ്ത് ഇവിടുത്തെ മഡ് ഗാർഡും കൂടെ ചെയ്ത് കഴിഞ്ഞാലേ ഉള്ളൂ നമുക്ക് ഇതിൻ്റെ ബാക്കി ഇനി സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പോൾ ഈ പീസ് ഇത്ര റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ നമുക്കൊന്ന് സാൻഡ് ചെയ്ത് സെറ്റ് ആക്കാനുണ്ട്. അപ്പോൾ നമ്മളിത് സാൻഡ് ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നല്ല പൊടി ഉണ്ടാകും കേട്ടോ. കാരണം എനിക്ക് ഈ സംഭവം കുറേ നാളായിട്ട് ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു മാസ്ക് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഇത് 3M എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു മാസ്കാണ്. കംപ്ലീറ്റ് ഇവിടെ 2 സൈഡിൽ ഫിൽറ്റർ വരുന്നുണ്ട്. അപ്പം ഫിൽറ്റർ ഉള്ളതുകൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒട്ടും പൊടി അകത്തേക്ക് കയറത്തില്ല കേട്ടോ. അപ്പോൾ അത് ഇത്രയും സാൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ പൊടി നിങ്ങളൊന്ന് കാണിച്ചു തരാം. നമ്മൾ കുറച്ച് ചെയ്തതേ ഉള്ളൂ കേട്ടോ. പക്ഷേ പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള പൊടിയാണ്. അപ്പോൾ ഈ പീസ് നമ്മൾ വണ്ടിയുടെ ബാക്കിലേക്ക് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതിന് മഡ് ഗാർഡ് ഉണ്ടാക്കണം. ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ വെച്ചങ്ങ് ഒട്ടിക്കുന്നു. അതിനുശേഷം നമുക്ക് വേണ്ടാത്ത കട്ട് ചെയ്ത് കളയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് സാൻഡ് ചെയ്ത് ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇച്ചിരി റഫ് ആയാലും കുഴപ്പമില്ല. കാരണം ഇതിൻ്റെ മുകളിലൊക്കെ നമുക്ക് ഓരോ സ്ട്രക്ചർ വരുന്നതാണ് കേട്ടോ, വണ്ടിനെ കുറച്ച് റഫ് ലുക്ക് ആക്കാൻ വേണ്ടി. അപ്പോൾ ഇതും കൂടെ ഫിക്സ് ചെയ്യാം. നമ്മൾ ചെറുതായിട്ടൊന്ന് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. കാരണം ഇത് വെച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ഡിഫറൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വരുവാണെങ്കിൽ നമുക്കൊന്നുകൂടെ എടുത്തിട്ട് ഒട്ടിക്കണം കേട്ടോ. അതുകൊണ്ട് നിങ്ങളെപ്പോഴും മിനിയേച്ചേഴ്സ് ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റിലെ ഫൈനലായിട്ട് അങ്ങ് ഒട്ടിക്കാതിരിക്കുക. ജസ്റ്റ് എവിടെയെങ്കിലും 2 സൈഡ് ഒട്ടിക്കുക. കാരണം ഫുൾ ഒട്ടിച്ച് കഴിഞ്ഞ് ഈ സാധനം പറിച്ചെടുക്കാൻ നേരത്തെ ഇത് ഫോറക് ഷീറ്റ് ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് സ്റ്റിക്ക് ആകും കേട്ടോ. തിരിച്ച് പറിക്കുമ്പോഴത്തേക്കും നമ്മൾ ഉണ്ടാക്കി വെച്ച സാധനം എല്ലാം ചിലപ്പോൾ പറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഓരോ സ്ട്രക്ചർ കഴിയുമ്പോഴത്തേക്കും വണ്ടിയുടെ പെർഫെക്ഷൻ കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഈ സൈഡിലത്തെ ഈ ഒരു സ്ട്രക്ചറാണ് കേട്ടോ. അപ്പോൾ ഒരെണ്ണം നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ ഒരു ഡോറും നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന പോലെ വരുന്നുണ്ട്. അപ്പോൾ അതുകൂടെ സെറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് ഡോറിനുള്ള 2 പീസും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല സമയം എടുത്തു. കാരണം ഈ കെട്ടിയെടുക്കാനാണ് അത്യാവശ്യം സമയം എടുത്തത്. ബാക്കിയൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഇതും കൂടെ നമുക്കങ്ങ് ഫിക്സ് ചെയ്യാമേ. അങ്ങനെ ഈ ഒരു സൈഡ് സെറ്റ് ആയിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ പെയിന്റ് ചെയ്യും കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ കളറിനെ കുറിച്ച് ആലോചിക്കേണ്ട. എന്നാലും മഞ്ഞയും വൈറ്റും രസമുണ്ട് കേട്ടോ കോമ്പോ. ഇത് അങ്ങനെ നമ്മുടെ 2 സൈഡിലത്തെയും ഡോറിൻ്റെ പരിപാടി പകുതി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ഈ വണ്ടിയുടെ അടുത്തൊന്ന് വെച്ച് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സിമിലാരിറ്റി തോന്നുന്നുണ്ടോ നോക്കാം കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു ഹാഫ് വേ ആണ്.
പിന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കുന്നത് നമ്മുടെ ഫ്രണ്ട് ഡോറാണ് കേട്ടോ. ഇത് നമ്മൾ ഫോറക് ഷീറ്റിൽ തന്നെ സെറ്റ് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഒരു നൂലിങ്ങനെ ഒട്ടിച്ച് കൊടുത്തേക്കാണ് കേട്ടോ, ഒരു റഫ് ലുക്ക് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഈ ഡോറും കൂടെ ഒന്ന് ഫിക്സ് ചെയ്യാം. ഇതിങ്ങനെ ഇങ്ങോട്ട് തുറക്കുന്ന പോലെയാണേ. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ 2 ഡോർ സെറ്റ് ആയിട്ടുണ്ട്. ഇതിങ്ങനെ തുറന്ന് നിൽക്കും, ഇതിലെ ചവിട്ടി അകത്തേക്ക് കയറാം കേട്ടോ. അതാണ് നമ്മുടെ ഒരു ഉദ്ദേശം. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് സെറ്റ് ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് സൈഡാണ് കേട്ടോ. ഞാനും ഭയങ്കര ക്യൂരിയസ് ആണ്, കാരണം ഫ്രണ്ടിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഫോട്ടോ നോക്കുവാണെങ്കിൽ അറിയാം, ഇതിൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ് കേട്ടോ. പക്ഷേ എന്താണ്, നമ്മൾ മാക്സിമം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ ട്രൈ ചെയ്യും. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് ഗ്രില്ലാണ് കേട്ടോ. അപ്പോൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങനെ 2 പീസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഫോറക് ഷീറ്റിന് തന്നെ 5mm പീസാണ് കേട്ടോ. അപ്പോൾ അതിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി 3 വയറും കൂടി ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതോടെ നമുക്ക് പെട്ടെന്ന് അങ്ങ് ഫിക്സ് ചെയ്യാമേ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി വളഞ്ഞിരുന്നാലും പ്രശ്നമൊന്നുമില്ല, കാരണം നമ്മുടെ വണ്ടി ഒരു റഫ് വണ്ടിയാണ് കേട്ടോ. ഇവിടെ നമ്മൾ കുറച്ച് കൂടുതൽ ഗം ഒഴിക്കുകയാണ്, കാരണം കുറച്ച് അങ്ങ് ഗം അങ്ങ് ഫില്ലായി കഴിഞ്ഞാൽ ഈ ഫോറക് ഷീറ്റും കുറച്ച് കട്ടി ആയിക്കോളൂ കേട്ടോ. ഓക്കെ, ആദ്യത്തെ സെറ്റായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബമ്പറും സെറ്റ് ആയിട്ടുണ്ട്. ഇനിയും ഒരുപാട് പണികൾ പെൻഡിങ് ആണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വണ്ടി ഇത്ര ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതൽ സമയം എടുത്തു, കാരണം ഞാൻ വിചാരിച്ചത് ഫുള്ളായിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒറ്റ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ഫിനിഷിംഗ് വർക്ക് ഉൾപ്പെടെ എല്ലാം ചെയ്യാമെന്നാണ്. പക്ഷേ ഇത് അത്യാവശ്യം നല്ലതായിട്ട് സമയം എടുക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടി പോകും. അപ്പോൾ എന്താണെങ്കിലും ഇതിൻ്റെ അടുത്ത അപ്ഡേറ്റ് ഉടനെ നമ്മുടെ ചാനലിൽ വരുന്നതാണ്. ഇനിയുമാണ് ശരിക്കും പറഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വർക്ക് കേട്ടോ. നമുക്കിവിടെ കംപ്ലീറ്റ് ലൈറ്റ്സ്, അതുപോലെ ഈ മുകളിലും ബാക്കിലും ഒക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഈ വണ്ടിയെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ മെയിൻ ബോഡിയേക്കാളും ഇതിൻ്റെ ആക്സസറീസ് ആണ് ഏറ്റവും കൂടുതൽ. ബാക്കൊക്കെ നോക്കുവാണെങ്കിൽ അവിടെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. അതുപോലെ ഫ്രണ്ടിൽ ഒരുപാട് ലൈറ്റ്സ്, വിഞ്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഈ വണ്ടിയിൽ ചെയ്യും. മാക്സിമം ഇതുപോലെ തന്നെ നമ്മൾ സൂപ്പറായിട്ട് പെയിൻറ്റ് ചെയ്ത് ഇതുപോലെ തന്നെ ആക്കും കേട്ടോ. അപ്പോൾ അതെല്ലാം നമ്മുടെ ചാനലിൽ അടുത്ത വീഡിയോസിൽ വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കേട്ടോ ഈ വീഡിയോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പം ഉടനെ അടുത്ത വീഡിയോയിൽ കാണാം.